പ്രയാഗ്രാജ് എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ട പുരാതന നഗരമായ അലഹബാദിൽ തുടർന്നുവരുന്ന മഹാകുംഭം കഴിഞ്ഞ ദിവസം ഒരു ദുരന്ത ഭൂമിയായി മാറുകയായിരുന്നു. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി ജീവനുകൾ നഷ്ടമായതായും അനവധി തീർത്ഥാടകർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും വാർത്തകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ അപകടം സംഭവിച്ച 12ലേറെ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കൃത്യമായ മരണസംഖ്യയോ പരിക്കേറ്റവരെ സംബന്ധിച്ച കണക്കുകളോ പുറത്തുവിടാൻ ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാർ അടക്കം ബന്ധപ്പെട്ട ആരും തന്നെ ഇത് എഴുതുമ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല. സംഭവത്തിൽ ഏതാനും പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്ന് മാത്രമാണ് UP മുഖ്യമന്ത്രി ആദിത്യനാഥ് പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവരുടെ അനുശോചന സന്ദേശങ്ങൾ നൽകുന്ന സൂചന മറ്റൊന്നാണ്. 45 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭയിൽ 40 മുതൽ 45 കോടി ജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് കേന്ദ്ര UP സർക്കാരുകൾ പ്രവചിച്ചിട്ടുള്ളത്. മഹാകുംഭത്തെ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ആഘോഷം എന്നതിലുപരി രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമാക്കി മാറ്റാനാണ് മോഡി ആദിത്യനാഥ് സർക്കാരുകൾ ആസൂത്രണം ചെയ്തിരുന്നത്. രാജ്യത്തുടനീളം മഹാകുംഭത്തിന്റെ പേരിൽ മാതോന്മാദത്തിന്റേതായ അന്തരീക്ഷം സൃഷ്ടിക്കാനുതകുന്ന വ്യാപക പ്രചാരവേലയും തയ്യാറെടുപ്പുകളുമാണ് അരങ്ങേറിയത്. സാധാരണ തീർത്ഥാടകർക്ക് സുഗമമായി തങ്ങളുടെ മതപരമായ തീർത്ഥാടന ദൗത്യം പൂർത്തിയാക്കി സുരക്ഷിതമായി മടങ്ങാനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു പകരം തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയ പ്രചരണത്തിനും VVIP സന്ദർശനങ്ങളിലും കേന്ദ്രീകരിച്ചുള്ള ഒരുക്കങ്ങൾക്കാണ് മുൻതൂക്കം കൽപ്പിച്ചിരുന്നത്. ഹിന്ദുമത വിശ്വാസികളുടെ പവിത്രമായ തീർത്ഥാടന വേളയെ വിനോദസഞ്ചാര കച്ചവടമാക്കി മാറ്റാനും ബന്ധപ്പെട്ടവർ മറന്നില്ല. അത്തരം മുൻഗണനകളിൽ സാധാരണ തീർത്ഥാടകരുടെ ഏറ്റവും മിതമായ സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും അവഗണിക്കപ്പെട്ടതാണ് ഇന്നലത്തെ ദുരന്തത്തിലേക്ക് നയിച്ചത്. മോഡി ആദിത്യനാഥ് ഭരണത്തിൽ ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വ മതസംസ്കാരം കൈവരിച്ച വളർച്ചയെ ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിക്കാനുള്ള അതിരുകടന്ന യാഥാർത്ഥ്യബോധമില്ലാത്ത വ്യഗ്രതയാണ് ഇന്നലത്തെ ദുരന്തത്തിനും പ്രയാഗ്രാജിലെ കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥയ്ക്കും കാരണം. ഹിന്ദുമത വിശ്വാസമനുസരിച്ച് മഹാകുംഭയിലെ അതിവിശിഷ്ട മുഹൂർത്തങ്ങളിലൊന്നായിരുന്നു ബുധനാഴ്ച പുലർച്ചെയിലെ അമൃത് സ്നാൻ. സർക്കാരുകൾ നടത്തിയ വിപുലമായ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഫലമായി 10 കോടി തീർത്ഥാടകർ അമൃത് സ്നാനിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. അത്രയും തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ പ്രയാഗ്രാജിനോ സ്നാൻ ഘട്ടങ്ങൾക്കോ കഴിയുമായിരുന്നില്ല എന്ന തിരിച്ചറിവ് ഭരണകൂടത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. കുംഭയുടെ ഭാഗമായുള്ള ജനപ്രവാഹത്തിന്റെ സൗകര്യാർത്ഥം നിർമ്മിച്ച താൽക്കാലിക പ്ലാറ്റൂൺ പാലങ്ങൾ ഏറെയും തീർത്ഥാടകരുടെ ഉപയോഗത്തിനായി തുറന്നുകൊടുത്തിരുന്നില്ല എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അവ VVIP ഉപയോഗങ്ങൾക്കായി മാറ്റിവെക്കപ്പെട്ടിരുന്നതായി നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. നഗരത്തിനും സ്നാൻ ഘട്ടങ്ങൾക്കും ഉൾക്കൊള്ളാവുന്നതിലധികം ജനക്കൂട്ടം ഒഴുകിയെത്തിയപ്പോൾ അവരെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അമൃത് സ്നാൻ മുഹൂർത്തം കണക്കാക്കി ഘാട്ടുകളിൽ ഇടം പിടിച്ചവരുടെ മേലേക്ക് പുതുതായി ഒഴുകിയെത്തിയ ജനക്കൂട്ടം ഇരച്ചു കയറാൻ അനുവദിച്ചതാണ് ദുരന്തത്തിലേക്ക് നയിച്ചത്. ദുരന്തം സംഭവിച്ച ഒരു പകൽ പിന്നിട്ടിട്ടും മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം പുറത്തുവിടാൻ വിസമ്മതിക്കുന്ന കേന്ദ്ര UP സർക്കാരുകളുടെ മൗനം ദുരൂഹവും സംശയാസ്പദവും നിഗൂഢവുമാണ്. മനുഷ്യനിർമ്മിതമായ ഈ ദുരന്തത്തിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്തം മോഡി ആദിത്യനാഥ് സർക്കാരുകളുടേതാണ്. അതിന്റെ വ്യാപ്തി ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാനാണ് ഇരു സർക്കാരുകളും ശ്രമിക്കുന്നത്. പ്രയാഗ്രാജിലെ മഹാകുംഭ ദുരന്തത്തിന്റെ വ്യാപ്തി ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാനുള്ള മോഡി ആദിത്യനാഥ് സർക്കാരുകളുടെ വ്യഗ്രത അനുസ്മരിപ്പിക്കുന്നത് കോവിഡ് മഹാമാരിയിലുണ്ടായ കൂട്ടമരണങ്ങൾ മറച്ചുവെക്കാനും നിസ്സാരവൽക്കരിക്കാനും അവർ നടത്തിയ ശ്രമങ്ങളാണ്. കോവിഡ് മഹാമാരിയിലുണ്ടായ ഏതാണ്ട് 1/2 കോടിയോളം മരണങ്ങളെ ലോകത്തിന്റെ മുന്നിൽ നിരാകരിക്കാൻ BJP സർക്കാരുകൾക്ക് യാതൊരു മനസാക്ഷിക്കുത്തും ഉണ്ടായിരുന്നില്ല. മഹാകുംഭ ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവരും. ഇപ്പോൾ ദുരന്തത്തിന്റെ വ്യാപ്തി ജനങ്ങളിൽ നിന്നും ലോകത്തിന്റെ മുൻപിൽ നിന്നും മറച്ചുവെക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ നടത്തുന്നത്. ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം പുറത്തുവരും മുൻപ് അമൃത് സ്നാൻ പുനരാരംഭിച്ചത് തന്നെ അത്തരമൊരു മറച്ചുവെക്കലിന്റെ ഭാഗമായി വിലയിരുത്താനാകും. മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ് മഹാകുംഭ തീർത്ഥാടനത്തിന്റെ പേരിൽ അരങ്ങേറുന്നത്.